ന്യൂസ് 16 കേരള. ഹൂതി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മതവും ദേശീയതയും പ്രദർശിപ്പിച്ച കപ്പലുകൾ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. ഹൂതികളുടെ ഭീഷണിക്ക് പ്രതികരിക്കാനായി കപ്പൽ കമ്പനികൾ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ AIS സന്ദേശങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ ചില കപ്പലുകളാകട്ടെ തങ്ങളുടെ മുൻകാല യാത്രാ ചരിത്രം പോലും മാറ്റുകയാണത്രേ. മുമ്പ് ഇസ്രായേൽ തീരത്ത് നങ്കൂരമിട്ട കപ്പലുകളെ പോലും ഹൂതികൾ ആക്രമിച്ചിട്ടുള്ളതായും വാർത്തകളുണ്ട്. ഹൂതികളുടെ പ്രത്യേക രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ വഴിയാണ് അവർ ഇത് കണ്ടെത്തുന്നത് എന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. സുരക്ഷാ പ്രോട്ടോകോളുകൾ ശക്തിപ്പെടുത്തിയിട്ടും കപ്പൽ കമ്പനികൾക്ക് ഇത് വലിയ വെല്ലുവിളിയായി തുടരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഷ്ടിച്ചാണ് കപ്പലുകൾ പലതും രക്ഷപ്പെടുന്നതെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. 2024 മാർച്ചിൽ ഹൂതികൾ ചൈനീസ് നിർമ്മിതമായ ഒരു എണ്ണ ടാങ്കറിന് മേൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. റഷ്യൻ കപ്പലുകൾ ഹൂതി ആക്രമണത്തിനിരയായിട്ടുണ്ട്. സുപ്രധാന ശക്തികളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഉറപ്പു നൽകിയിട്ടാണ് ഹൂതികൾ ഇത്തരം പ്രവൃത്തികൾ തുടരുന്നത്. അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ചെങ്കടൽ മേഖലയിലെ ഇൻഷുറൻസ് ചെലവ് ഇരട്ടിയായി. പ്രശസ്ത ഇൻഷുറൻസ് കമ്പനിയായ ഏയോൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഗാസയിലും ചെങ്കടലിലും ഇപ്പോഴും അപകട സാധ്യത കൂടുതലാണ്. ചില ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ അപകടം പിടിച്ച റൂട്ടുകളിൽ ഇൻഷുറൻസ് താൽക്കാലികമായി നിർത്തിവച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.